ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന. ഇന്നലെ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നടന്ന രണ്ടാമത്തെ T20 മത്സരത്തിൽ ഒരു വലിയ തോൽവിയാണ് ഇന്ത്യക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. 51 റൺസിൻ്റെ തോൽവിയാണ് വഴങ്ങേണ്ടി വന്നിട്ടുള്ളത്. ബാറ്റർമാർ മോശം പ്രകടനം നടത്തിയതാണ് ഈ തോൽവിക്കുള്ള പ്രധാനപ്പെട്ട കാരണം. പ്രത്യേകിച്ച് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് 5 റൺസിന് പുറത്തായി. വൈസ് ക്യാപ്റ്റനായ ഗില്ലാവട്ടെ ഗോൾഡൻ ഡക്കിനാണ് പുറത്തായത്. ഈ രണ്ട് താരങ്ങളും ഒരുപാട് കാലമായി മോശം പ്രകടനമാണ് നടത്തുന്നത്. അത് ഇന്ത്യക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്ന കാര്യമാണ്. 2025 ഈ രണ്ട് താരങ്ങളുടെയും കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. സൂര്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ 17 ഇന്നിങ്സുകളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. 201 റൺസ് മാത്രമാണ് നേടിയിട്ടുള്ളത്. 14 അദ്ദേഹത്തിന്റെ ആവറേജ് വരുന്നത്. സ്ട്രൈക്ക് റേറ്റ് വരുന്നത് 126, ഹൈ സ്കോർ വരുന്നത് 47 അതായത് ഈ വർഷം തൊട്ടതെല്ലാം സൂര്യക്ക് പിഴച്ചിട്ടുണ്ട്. ക്യാപ്റ്റൻ ആയതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ടീമിനകത്ത് തുടരുന്നത്. ഇനി വൈസ് ക്യാപ്റ്റൻ ഗില്ലിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 14 ഇന്നിങ്സുകൾ കളിച്ചു, 263 റൺസ് സ്വന്തമാക്കി. 23 അദ്ദേഹത്തിന്റെ ആവറേജ്. സ്ട്രൈക്ക് റേറ്റ് 142, ഹൈ സ്കോർ 47. ഈ രണ്ട് താരങ്ങളും മോശം പ്രകടനമാണ് നടത്തുന്നത്. പക്ഷേ BCCIയും അതുപോലെ തന്നെ ഗൗതം ഗംഭീറും ഇവരെയെല്ലാം സംരക്ഷിച്ചു പോരുകയാണ്. അതായത് എത്രയൊക്കെ പരാജയപ്പെട്ടാലും ഇവർക്ക് ടീമിനകത്ത് സ്ഥാനം ഉറപ്പാണ്. അപ്പോൾ നമ്മളവിടെ പരിഗണിക്കേണ്ട ഒരു കാര്യം, കഴിവ് തെളിയിച്ചിട്ടുള്ള ഒരുപാട് ടാലന്റുകൾ അവിടെ പുറത്തിരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട താരം അത് സഞ്ജു സാംസൺ തന്നെയാണ്. ഓപ്പണറായിക്കൊണ്ട് തൻ്റെ മികവ് തെളിയിച്ചിട്ടുള്ള താരമാണ് സഞ്ജു. പക്ഷെ അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വരുന്നു. സഞ്ജുവിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 17 ഇന്നിങ്സുകൾ, 552 റൺസ്, 32 ആവറേജ്, സ്ട്രൈക്ക് റേറ്റ് 178. ഇങ്ങനെ നല്ല രൂപത്തിൽ T20യിൽ കളിച്ച സഞ്ജുവിനെ അവർ പുറത്തിരുത്തുകയാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ മറ്റു രണ്ട് താരങ്ങളാണ് യശസ്വി ജയ്സ്വാളും അതുപോലെ തന്നെ രുദ്രാജ് ഗെയ്ക്വാദും. T20യിൽ മികച്ച പ്രകടനം നടത്തിയ താരങ്ങളാണ് അവർ ഇരുവരും. ജയ്സ്വാളിൻ്റെ അവസാനത്തെ 9 T20 മത്സരങ്ങളിലെ ഇന്നിങ്സുകൾ നോക്കുക. 353 റൺസ്, 44 ആവറേജ് വരുന്നത്, 167 സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അങ്ങനെ മികച്ച രൂപത്തിൽ ജയ്സ്വാൾ കളിക്കുന്നുണ്ട്. പക്ഷേ ഗില്ല് ഉണ്ടായതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ രുദ്രാജ് ഗെയ്ക്വാദിനെ കൂടി ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട്. 2023 മുതൽ T20യിൽ 12 ഇന്നിങ്സുകളാണ് രുദ്രാജ് ഗെയ്ക്വാദ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 498 റൺസ് അദ്ദേഹം സ്വന്തമാക്കിയിട്ടുണ്ട്. 62 ആവറേജ് വരുന്നുണ്ട്, 150 സ്ട്രൈക്ക് റേറ്റ് വരുന്നുണ്ട്. അവസാനത്തെ 17 മാസങ്ങളായിക്കൊണ്ട് T20 മത്സരങ്ങൾ കളിക്കാൻ രുദ്രാജ് ഗെയ്ക്വാദിന് കഴിഞ്ഞിട്ടില്ല. അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെ ഗില്ലിന് വേണ്ടിയും സൂര്യയ്ക്ക് വേണ്ടിയും ഒക്കെ ഒരുപാട് ടാലന്റുകളെ BCCI പുറത്തിരുത്തുന്നു. യശസ്വി ജയ്സ്വാൾ, രുദ്രാജ് ഗെയ്ക്വാദ്, സഞ്ജു സാംസൺ തുടങ്ങിയ പ്രതിഭകൾക്കാണ് അവിടെ അവസരങ്ങൾ നഷ്ടമാകുന്നത്. എന്തിനാണ് ഈ താരങ്ങളോട് ഇത്രയധികം അനീതി കാണിക്കുന്നത് എന്ന ചോദ്യം ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ രൂപത്തിൽ ഉയരുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.